യുവാവിന് തീരെ ഇഷ്ടമായില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, ഈ പെട്ടിയുമൊക്കെയുടെ ഗതികേടൊന്നും എനിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പെട്ടി ഞാൻ ചുമന്നോളാം. അങ്ങനെ പറഞ്ഞ് യുവാവിന്റെ അരികിൽ നിന്നും പെട്ടി വാങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടി യുവാവിന് കൈമാറി. യുവാവ് തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണമെടുത്ത് അയാളുടെ നേരെ നീട്ടി. എന്നാൽ ചെറുകുതിരയോടെ അയാൾ പറഞ്ഞതെന്താണെന്നോ? എനിക്ക് വേണ്ട, താങ്കൾ തന്നെ വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ നടന്നു പോയി. യുവാവ് കുതിരവണ്ടിയിൽ യാത്രയായി. പിറ്റേന്ന് നഗരത്തിലെ വലിയൊരു ടൗൺ ഹാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്നതായി യുവാവ് അറിഞ്ഞു. ആ മഹാന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരിൽ നമ്മുടെ യുവാവും ഉണ്ടായിരുന്നു. വേദിയിലെത്തിയ ആളെ കണ്ട് യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടിയുമെന്ന ആളല്ലേ ഇത്? ഇത്രയും വലിയൊരാളാണോ ഒരു മടിയുമില്ലാതെ എന്റെ പെട്ടി ചുമന്നത്? എന്നാൽ ഞാനോ? തന്റെ പ്രവൃത്തിയിൽ യുവാവിന് ഒരുപാട് വിഷമം തോന്നി. ആ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കാൽപാദം